ഹലോ ഗൈസ്, ഐ ആം അജയ് അരീക്കൽ. അരീക്കൽ എന്നുള്ള എൻ്റെ കുടുംബ പേരാട്ടോ. ബട്ട് യു ഗൈസ് ക്യാൻ കോൾ മീ അജയ്. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. പുല്ല് മഴയും പെയ്തു, സമ്മതിക്കൂല. വന്ന് എല്ലാവർക്കും ഇപ്പോൾ ഒറ്റ ചോദ്യം എന്നോട്, എൻജിനീയറിംഗ് പഠിച്ചിട്ട് എന്തിനാ ഈ ഫീൽഡ് ചൂസ് ചെയ്തത്? സത്യം പറയാനാണെങ്കിൽ ഞാൻ ഈ ഫീൽഡ് ചൂസ് ചെയ്തതല്ല, ഈ ഫീൽഡ് ഇന്നെ ചൂസ് ചെയ്തതാ. മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തരാം. ഒരു മിനിറ്റ്, ഇതൊന്ന് വാരിക്കാട്ടെ. അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം കേൾക്കാൻ. കാരണം വേറൊന്നുമില്ല, ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായാലേ ഉള്ളൂ ഞാൻ എന്തുകൊണ്ട് ഈ ഫാമിങ്ങിലേക്ക് ഇറങ്ങി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിൽക്കുന്ന വീടില്ലേ, ഈ വീട്ടിലേക്ക് ഞാൻ ഏകദേശം 4ാം ക്ലാസ് പഠിക്കുന്നവരാണ് വന്നത്. അതുവരെ എന്താ പറയാ, എല്ലാവരും പിള്ളേരെ പോലെ നോർമൽ ലൈഫായി ഇന്ത്യ. പക്ഷെ 5ലേക്ക് അങ്ങോട്ട് എത്തിയപ്പോൾ ലൈഫിന്റെ കൺട്രോളിലല്ല. കാരണം എന്താണെന്നറിയോ? പൂജ. പെണ്ണും പിടക്കൊന്നുമില്ല, നമ്മള് മണിയൊക്കെ പിടിച്ചിട്ട് സ്വാന്ന് അറിയില്ലേ, ആ സംഭവം. അത് എന്താന്ന് വെച്ചാ, എൻ്റെ ഡാഡി സാധാരണ എല്ലാവരും മാതാപിതാക്കളും ആ പ്രായത്തിൽ പാട്ട് പാടാനോ ഡ്രോയിങ്ങിനോ ഒക്കെയാണ് വിടുക. പക്ഷെ എൻ്റെ ഡാഡി കാണിച്ചത് എന്നെ പൂജ പഠിക്കാൻ വിട്ടു. അതൊക്കെ ഒരു കഥ. സംഭവം ഒരു കണക്കിന് നന്നായിന്നേ ഞാൻ പറയുള്ളൂ. കാരണം ആ ഒരു ഇൻസിഡന്റ് ആണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. എങ്ങനെയാന്നല്ലേ, പൂജാ ക്ലാസ് ഞങ്ങളെ ഗുരു ഞങ്ങളോട് പറഞ്ഞു, ഒരു പയ്യനെ വീട്ടിൽ വാങ്ങി വളർത്തുന്നത് ഐശ്വര്യമാണ്. കേട്ട പാതി കേക്കാത്ത പാടി ഡാഡി ഗിരിജൊന്നിനെ വാങ്ങിക്കൊണ്ടുവന്നു. ആൻഡ് അവളാണ് ഇവൾ, പാറു. പിന്നെ അവളെ ജനറേഷനാണ് ഇവിടെ ഉണ്ടായത് ഫുള്ളു. എനിക്ക് ആ ടൈമിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഇനി വേറെ ഒന്നുമല്ല, ഒന്നാമത് എന്നെ നിർബന്ധിച്ച് പൂജ പഠിപ്പിച്ച്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ആ ടൈമിൽ എനിക്ക് കളിക്കാൻ പോകണം. അതിൻ്റെ ഇടയിൽ ഈ പാല് കൊണ്ടുകൊടുക്കാനും പിന്നെ എല്ലാവരും കളിയാക്കാനും തുടങ്ങി. ദേഷ്യം പിടിക്കാതൊക്കെ. പിന്നെ ഡാഡി പറഞ്ഞ എന്താ ചെയ്യപ്പോൾ, അങ്ങനെ +2 എത്തിയപ്പോൾ ഞാൻ ഒളിച്ചോടാൻ തീരുമാനിച്ചു. ആ ഒളിച്ചോടലല്ല കേട്ടോ, എന്താ പറയാ, ഇവിടെ നിൽക്കാതെ പുറത്തുപോയി പഠിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ പുറത്തുപോയി പഠിക്കണം, ഇനി ഇവിടെ നിൽക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനല്ല കേട്ടോ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് പുറത്തുപോയി പഠിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. ഏട്ടന്മാർ ആരൊക്കെയോ പറഞ്ഞു ഇങ്ങനെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാന്ന്. അങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗ് 4 കൊല്ലത്തെ എഞ്ചിനീയറിംഗ് അവിടെ പോയി പഠിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇവിടെയാണ് സമാധാനം, ബാക്കി എല്ലാ ജോലിയും സ്ട്രെസ്സാണ്. അപ്പോഴാണ് ഇവിടെ വന്നിട്ട് ഈ ഫാം ഒന്ന് എക്സ്പാൻഡ് ആക്കിയിട്ട് എന്താ ഒരു ബ്രാൻഡ് ആക്കിയാലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്. പക്ഷേ എൻ്റെ പാരൻസ് സമ്മതിച്ചില്ല, ഇപ്പോഴും സമ്മതിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ വിചാരിച്ചെന്താ, ഇവര് സമ്മതിച്ച് ഞാൻ ഇതാണ് ഇപ്പം ജോലി നോക്കി നടക്കുന്നതെന്നല്ലേ? പക്ഷെ അങ്ങനെയല്ല കാര്യം. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അമ്മ പറഞ്ഞത് അതാണ്, എക്സാമിന് പ്രിപ്പയർ ചെയ്തോ, ഇത് സൈഡായിട്ട് കൊണ്ടിറക്കാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ ചിന്ത വേറെയല്ലേ, നമ്മൾ ഇതിൽ കൂടെ ഇത് ബ്രാൻഡാക്കി എങ്ങനെയെങ്കിലും കഴിച്ചിലാവാൻ നോക്കുക. പക്ഷെ പഠിക്കുന്നുണ്ട് കേട്ടോ, അത് അതിൻ്റെ വഴിക്കും പോകുന്നുണ്ട്, ഇത് ഇതിൻ്റെ വഴിക്കും പോകുന്നുണ്ട്, എല്ലാത്തിൻ്റെ വഴിക്കും പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ സംഭവം ഏകദേശമൊക്കെ മനസ്സിലായില്ലേ? ഞാൻ അറിയാതെ ഞാനൊരു കർഷകനായിരുന്നു, പക്ഷേ ഞാൻ തിരിച്ചറിയാൻ അത് കുറച്ച് ലേറ്റായി. എന്താ ചെയ്യുക, ഇല്ലെങ്കിലേ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ കിട്ടുന്നു. ഇനി ഇത് ഒരു ബ്രാൻഡാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. അല്ല, എക്സാമിനും നോക്കും, രണ്ടും നോക്കും, ഒന്നും ബേജാറാവാനില്ല. എന്തൊക്കെയോ പറയണമെന്നുണ്ടേ, ഇനി മറന്നുപോയി. ഇതൊക്കെ കൂടി കഴിയണ്ടേ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ റീൽസ് എടുക്കുന്നു. എനിക്കറിയാം, ബ്ലോഗ് എടുക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇനി. ആൻഡ് മറ്റേ 3 കാര്യങ്ങൾ ചെയ്യാനില്ലേ, എന്താ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, ഇങ്ങനെ ചെയ്തോ. എനിക്കിതൊക്കെ പറയാൻ മടിയാണ്, എന്നാലും ചെയ്യാം. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരും. ഓക്കെ, ഉടനെ വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.